കണ്ടില്ലേ ഗൈസ്? ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 3 ടെക് മീഡിയ. ഗൈസ് ഇപ്പോൾ ടൈം 6:50 ആയിക്കുന്നു ഇല്ലേ? അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ രാവിലെ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്തായോ? അതെ, നൂഡിൽസ് ചലഞ്ചാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ 6:50 എന്തോ ആവുമോ ആൾക്കറിയാം അല്ലേ? നാളാണ്ട് എന്താ മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വേറൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ നൂഡിൽസ് ചലഞ്ചൊക്കെ നേരെ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളെ നൂഡിൽസൊക്കെ കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മളെ കുറച്ച് 4 നൂഡിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ ചലഞ്ചിലേക്ക് എടുക്കാം. നമ്മൾ രണ്ടെണ്ണീച്ച് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് രണ്ടെണ്ണം ഒന്നിടാം. നമ്മളെ ചാനലില് ഇതുവരെ എത്ര 4-5 ചലഞ്ച് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നിനങ്ങനെയാണ് വിചാരിച്ച്, ബാക്കിയുള്ളതിലൊക്കെ വിജയം കളിച്ച് ഈ ലിക്ക് ജയിക്കണം ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനം കണ്ടാ മതി ഗൈസ്. രാവിലെ ഞങ്ങൾ നല്ല വിശപ്പുണ്ട്. ഇതിനും മണറിഞ്ഞിട്ട് നിൽക്കാനും അല്ല ഗൈസ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഫുള്ള് എന്തായാലും ഇല്ല എന്തായാലും ജയിക്കൂ. അതെ, ഇത് കറക്റ്റ് ഇലയിലേക്ക് ഉണ്ടല്ലോ. അത്ര കാല് കറക്റ്റ് ഇലയിലേക്ക് വെച്ചേക്ക്. മസാല നമുക്ക് കളറ് കഴിച്ച് ഇവിടെ വേറെ കളർ ഇവിടെ വേറെ കളർ, പക്ഷെ ക്യാമറ എല്ലാം ഒരേ കളർ പോലെ. നമ്മളങ്ങനെ നമ്മളെ അടുത്ത നൂഡിൽസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളടുത്ത മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓഹോ, എന്താ സ്മെല്ല് ഇല്ല തന്നെയോ. നമ്മളിവിടെ നൂഡിൽസ് രാവിലെ തയ്യാറാക്കുമ്പോൾ തനുവിൻ്റെ ഉമ്മ ഇവിടെ നൂൽപുട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, തനുവിൻ്റെ ആളുള്ള ടൈല ഫ്രാൻസിന്റെ കൊടി പോലെ, ചോപ്പ് വെള്ള നീല. തോറ്റോല്ലേ നോക്കട്ടെ, നൂല് ടേസ്റ്റ് നോക്കട്ടെ. ഓണാക്കിന്നോ തിന്നേ പോടോ അങ്ങനെ ഒപ്പായ മൂഞ്ചി എത്ര. അയ്യോ, അപ്പൊ നമ്മളെ നൂഡിൽസ് ചാലഞ്ച് നൂഡിൽസ് അങ്ങനെ റെഡി ആയിക്കാണ്. അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ മാറ്റി വെച്ചൊക്കെ തട്ടി തുത്തുവാൻ അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്താ ഇന്നല്ല അതെയോ, ഇതൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ? അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി, 1 2 3. തൊള്ള പൊള്ളി കഴിച്ചു. കുറച്ച് തനിയിട്ടോ ഞാൻ തൊള്ള വിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഫസ്റ്റ് മോള് കുഴപ്പമില്ല. ഇത് കയ്യാകുമ്പോ നമ്മളിപ്പോ പാറ്റിക്കലച്ച് നിർത്തിയിരിക്കാണ്. തലമുടി ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊള്ളി ഫുള്ള് സീനായി. അതാണ് ഗൈസ്. ഫാൻ ഇട്ടോണ്ട് സൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാവും. തല ചൂടാനോട്ടെ ചൂടടിക്കാൻ ചൂട് പുകയെ
സാധാ പൊടിമാറ്റി വേറെ പൊട്ടിയാണ് വിജയിച്ച് അതായത് നമ്മളെ ചലഞ്ച് ഇവിടെ അവസാനിച്ചത് കാണാം. ഇതൊക്കെ നല്ല ചൂടുണ്ട്. കാര്യം അറിയാം. ഫേനെ കൂടെ കുറച്ച് തണുക്കുകയും ചെയ്ത് എന്നിട്ടും അടുത്ത് പോയില്ലായിരുന്നു. പിന്നെ ഫുള്ള് നിർത്താളല്ലേ ചിലപ്പോ ഇതിന്റെ ഇടയിൽ കൂടി ഒന്നും കിളച്ചത് കണ്ടില്ല. എന്നാലോ പറ്റൂലേ? ഓരോന്നിനും ഓരോ കാറുണ്ടോ? ആ കറക്റ്റാ. ഉൾട്ടോസിന്റെ പറഞ്ഞ നാവ് പൊള്ളിപ്പോയി. മറ്റേ നാവല്ലേ, നാവിന്റെ നേരെ മുകളിലുള്ള സംഭവം. ആ പറഞ്ഞിട്ടാണ് നിർത്തിക്കാൻ. അതെ നിർത്തിക്കാനില്ല. പാക്ക ചലഞ്ച് ചെയ്തിട്ടോ പുളി ചലഞ്ച് ചെയ്യും. പാത്രം കണ്ടില്ല എന്താലേ ഇല പോലത്തെ കണ്ടില്ലേ? ഇലന്റെ DNA വരെ ഇമലുണ്ട്. താനും 100 പ്രാവശ്യം പറഞ്ഞ ബ്ലാക്ക് എടുക്കാം. താനുവിന്റെ ഉമ്മ പറഞ്ഞ ഇത് മതി. കണ്ടില്ലേ എന്തല്ല പാത്രം കറക്റ്റില് കൊണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ തനുവിന്റെ ഇത്ര ബാക്കി, ഇന്ത്യയിൽ ഒന്നും ബാക്കിയില്ല ഗൈസ്. എന്താ പറയണ്ടത്? ഇത് ലാസ്റ്റ് ഉണ്ടാക്കി, ഇത് ഫസ്റ്റ് ഉണ്ടാക്കി. ഇത് നല്ല ചൂടുണ്ട്, ഇതിനല്ല ചൂടില്ല. ഇതെടുത്തൂടായിനോ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇതെടുക്കണമെന്ന്. എനിക്കറിയില്ല, അവിടെ നിർത്തിരുന്നു. അതൊന്നും കളിയിലൊരു വിഷയമില്ല. അപ്പൊ ഗൈസ് അങ്ങനെ അടുത്ത ചലഞ്ചിലും ഞാൻ പോരി 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 ഇനി ചെയ്യേക്കാം. ഇനി ഇതൊക്കെ തൊടിയണ്ടേ? ഇതിന്റെ പാത്രം തൊട്ടോ കടി കിട്ടോ? ഒരു ചൂടില്ല. ആവശ്യമില്ല. ഇത് ഭയങ്കര ചൂട്. ചവിട്ടാൻ വരും. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഇതിപ്പോ തൊടിച്ച വൃത്തിയാക്കി കൊടുക്കണം. വൃത്തിയാക്കണം. അതെ, അല്ല വൃത്തിയത് വൃത്തിയാക്കണം. അങ്ങനല്ല, തൊടിച്ച് വൃത്തിയാക്കണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആ കഞ്ചാവ് വെച്ചത് കളിക്കുന്നുണ്ട്. ശരി എന്തോ പച്ചക്കുപ്പിന്റെ കളറേ നാലൊന്നും പോലും ഇല്ലടോ എനിക്ക് കാണുമ്പോ ഒമാരി കളറ്. നമ്മളെ ചലഞ്ച് ഒക്കെ ഏതായാലും കഴിഞ്ഞിക്കണേ. ആ ശരി. ആഹാ എന്താലേ റിയലിസ്റ്റിക് സാധനം. ആ പച്ചയിക്കൂലേ? മൂഞ്ചി എല്ലാം അങ്ങനെ മൂഞ്ചലാല്ലോ. അന്ന് കാറ്റടിക്കാൻ പോയപ്പോ ഡേറ്റ് മൈ ലൈഫില് മൂഞ്ചി, മൊത്തത്തില് മൂഞ്ചലാട്ടോ. കേസ് നമ്മളങ്ങനെ പോവാണ്. തനുവിന്റെ പൾസർമലാണ് കേസ് നമ്മളിന്ന് പോന്ന്. തനുവിനെ 150 പൾസർമല് ചാവിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് വേണ്ട. അല്ല മോനെ, ഇഗ്നീഷനെ ഓണാക്കണ്ടേ? നല്ല ടീമായതാലും പിന്നെ എങ്ങനെ വണ്ടി ചാട്ടറിയ? എന്തോ നടക്കോ? വിളിച്ചൊക്കെ പിടിച്ചില്ലേ? നമ്മളെ കൊറേ അടിച്ച് എന്തോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ചാട്ടയില്ല. ഇനിയിപ്പം വിജു അടിക്കാൻ പോവാണ്. എന്ത് പറയാനാ ഗൈസ് ഒന്ന് ഇറങ്ങി പോടി. ഞാൻ എവിടെ ഞാൻ നോക്കിയില്ല. കൈ ഇതൊക്കെ റെഡി ആയി. സ്റ്റാൻഡേർഡ് വണ്ടി ഓടിച്ചിട്ട് പുര കീർക്കി തരാറാ എടുത്തേക്ക്.
നടക്കുന്നുണ്ട് ഗൈസ്. നടക്കണ്ടല്ലോ, ഓട്ടിയാ പോരെ. എന്താണ് എന്റെ തനു ഇത് ലാസ്റ്റ് തടിയാ ഗൈസ്. ആ മോഞ്ചി അല്ലോ അടിക്കാൻ പോലെ എന്തെങ്കിലും ഇങ്ങനെ അടിച്ചാൽ എങ്ങനെ ആ ശരി എന്നാ. ആ അതും വേണോ, വണ്ടി കുണ്ടെടുക്കാൻ പോലും വിലക്കൊണ്ടാവില്ല. അതാണ് കെട്ടിയോ ബെസ്റ്റ് ടീമാ. അതുകൊണ്ട് അവിടെ നല്ല കപ്പായി മാങ്ങ ഉണ്ട്. ഇതാണ് തനു പറഞ്ഞത്. തനു ഓടിക്കൂന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തനു ഓടിയോ നോക്കാം. ഓ അതെ, ആ മാങ്ങ വീണ് ചെറുതാട്ട് തനു ഒരു കില്ലാടി തന്നെ. രണ്ട് പേരൊക്കെ നേരത്തെ നമ്മൾ വീണ പേരൊക്കെ മരത്തുമ്പോൾ രണ്ട് പേരൊക്കെയാണ് ഇടാതെ എടുത്ത് പോയിക്കുക. ആ പേരൊക്കെ അതിരി ഈ കാണുന്ന ഈ രണ്ട് പേരൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റേറിൽ പോകുന്നത്. ഞാനങ്ങ് ഓടിച്ച അപ്പടി ക്യാമറയുടെ കാക്ക എല്ലാവർക്കും കാക്കല്ലോ. ബൗദ്ധനുണ്ട്. ബൗദ്ധ ഇതിങ്ങനെ നോക്കാൻ തോന്നുന്നു. ആ എന്താ നോക്കാം. ഇത് ചെറുതാടോ, ചെറിയ ആദ്യം തന്നെ പേരക്കേ ഓടിപ്പോയി. അതെ, പേടിയാണോ, എല്ലാരും പേടിയാണോ നമ്മളറിയില്ല. നല്ല രസം കേട്ടോ, സൂപ്പർ സാധനം ഉള്ള പറയാ. പൊളി സാധനം. ഞാൻ മാങ്ങേൻ്റെയിലാണെങ്കിൽ വലിയ പ്രതീക്ഷ അല്ല. കാരണം കപ്പായി മാങ്ങ പറയുമ്പോൾ അത് അത്യാവശ്യം വെൽപ്പുണ്ടല്ലോ. ഇവിടെ അല്ലെങ്കിൽ വെൽപ്പില്ല. നാട്ടുമാങ്ങന്റെ വെൽപ്പം അവിടെ ഉള്ള കപ്പായി മാങ്ങ കിട്ടും. ഞാൻ നൂഡിൽസ് വാങ്ങാനേ ഞാൻ പേന കൂട്ടിക്കൊണ്ട് അവൻ പറയുന്ന ഒരു ആവശ്യമില്ല. ഒരു ഫൈനലിൽ മക്കളോടൊപ്പം അതേ കണ്ടിട്ടായിരിക്കില്ലേ. പൈസ നമ്മൾക്ക് ഈ വീട്ടിൽ കയറി കൊടുക്കുക. നമ്മളൊരു സബ്സ്ക്രൈബറെ വീടാണ്, നമ്മൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാണ്. വാ പോ വാ ചുറ്റൊന്ന് കണ്ടോ. എന്ത് ആ ഉള്ളൊക്കെ അതുകൊണ്ട് പറയും പേടിക്കാൻ ഒരു ആവശ്യമില്ല. നമ്മളിത് മൊത്തത്തിൽ ചുറ്റാം. അല്ല അപ്പൊ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബർ ആണ്, കണ്ടില്ലേ, ഈ വീടിന്റെ ഓണറാണ്, നമ്മളെ കട്ട സബ്സ്ക്രൈബർ ആണ് എന്നാ ഗൈസ് പറഞ്ഞത്. നമ്മളോട് എത്രയോ നമ്മളെ വീഡിയോ ഒക്കെ എന്നും കാണുന്നതാണ്. നമ്മൾ എന്നും 3 വീഡിയോ ഇടുമ്പോ 3 വീഡിയോ കാണലുണ്ട്. ആ ഡെമ്മിയാണോ നോക്കി. ആ ഇവിടെ നിന്നാണ് ചോറ് എടുക്കണെന്നാണ് തനുവിന്റെ പ്രഡിക്ഷൻ. ഇവിടെ ഫസ്റ്റ് ഇവിടെ പിന്നെ ഈ ഉള്ളു എപ്പ ടേബിളൊക്കെ ഫസ്റ്റ് തന്നെ വീശുണ്ടാവും. എന്റെ പോലെ ഇവിടെ അല്ല ആടാ, എല്ലാം പോലെ ഇവിടെ പന്തലൊക്കെ ഇട്ടേക്കണ്. ഗ്ലാമർ പൊളിയാണല്ലോ. ആ KL57 ഇഞ്ചാടി ഉണ്ടെങ്കിൽ പണ്ട് ഇങ്ങനെ ഒരു ഗ്ലാമർ പിന്നെ കൊടുത്തനാ. പിന്നെ എന്നിട്ടാണ് എഫ്സെറ്റ് തനുവിന്റെ ഇഷ്ടമല്ല വണ്ടി. കളിക്കല്ലേ ഫുള്ള് തറാണല്ലോ. ആ നിനക്ക് ആടെന്ന് എൻ്റെ റോഡുമെന്ന് മെയിൻറ്റിങ് എടുക്കാം. നമ്മളെ ചലഞ്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തോ ഡയലോഗ് അറിയോ,
തൊഴുകുന്നതിന് മുമ്പ് ഞാൻ ജയിക്കും, ഞാനേ ജയിക്കൂ, എനിക്ക് തോൽക്കുന്ന പോലെ ഓലെ ഇതൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റു, ഞാൻ പോയി എല്ലാം കഴിഞ്ഞ് വിചാരിച്ചായിരുന്നു. ചൂടുള്ളതും കൊണ്ടാണ്, അല്ലെങ്കിൽ ഓന്താ ഉറപ്പായിട്ട് ജയിക്കാനും എന്നാണ് ഓൻ പറഞ്ഞത്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ അങ്ങ് ജയിച്ചു. കീപ് ക്വൈറ്റ്. ഒക്കെ പഠിച്ചു വരും. കുഴപ്പമില്ല. അതിന്റെ അടുത്ത ഭാഗം ജ്യൂസ് ചാലഞ്ച് ഒക്കെ ഉണ്ട്. ഇതിന്റെ അവിടെ കുറെ ടാങ്ക് കൂടി ബാക്കിയില്ല. ഫാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ എനിക്ക് ജ്യൂസ് ജ്യൂസിക്കാണ് കുഴപ്പമില്ല. അയ്യോ ജയിച്ച് സമ്മതിച്ച് പോരെ. ബാക്കി എത്ര എണ്ണത്തിൽ ഞാൻ ജയിച്ച്, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ബാബുര് കരിയൊന്നും വേണ്ട. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിലും നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണുന്ന പ്രശ്നം. ക്യാമറ ബാബു. It's me, Moja, signing out.